മത്സ്യത്തിൽ മായം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സ്ട്രിപ്പുകൾ നൽകി അതിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ തലയിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഇത്തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യം നശിപ്പിച്ചു കളയുകയോ അത്തരം മത്സ്യങ്ങൾ കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ ലൈസൻസ് റദ്ദാക്കുകയുമല്ലേ സർക്കാർ ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും കൂടെ കടപ്പുറത്തോട്ട് വരി. ചവളാളെ വലിച്ചു ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. കൈ കെട്ടി പറഞ്ഞ് നോക്കിയൊന്നും ഇരിക്കൂല. മീൻ പിടിക്കാൻ പോണേ അതെ ഇത് ഗുണ്ടായിസാണ്. ഏറെ ചങ്ങ ഈ ജാതി വർത്താനം പറയാനല്ല ഇവിടെ വന്നിരിക്കേണ്ടത്. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഇത് ഇവിടെ ഭക്ഷണം കഴിക്കണതിൽ മനുഷ്യന്മാരെ അധ്വാനിക്കണതിന്റെ വലിയൊരു പങ്ക് ഭക്ഷണത്തിനാ ചെലവാക്കണേ. അവിടെ ഈ ജാതി വേഷം കലർത്തി വിട്ടിട്ട് നിങ്ങൾ വന്ന കൈയും കാലും തല്ലി മുറിക്കും എന്ന് പറഞ്ഞാലേ അന്റെ ലൈസൻസ് അങ്ങോട്ട് കട്ട് ചെയ്യണം. അതാ ഇവിടെ പറയണേ. കിടക്കണ പടച്ചോന്റെ മീനാണ് ഈ പിടിക്കേണ്ട. അത് അവിടെ കിടന്നോട്ടെ, കിട്ടുമ്പോ തിന്നാ. താങ്കൾക്ക് പറയാം. അതിപ്പോ നമ്മളിവിടെ കിടന്ന് തല്ലുകൂടിയിട്ടോ ചർച്ച നടത്തിയിട്ടോ ഒരു ചുക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകില്ല. സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഇനി നമുക്ക് കോയയുടെ രസകരമായ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു വരാം. രസകരമായ അനുഭവം വിഷം തിന്നതോ? കോയ പറഞ്ഞോളി. വെളിച്ചെണ്ണ കുപ്പിയിൽ നിറഞ്ഞു കവിഞ്ഞതും വാപ്പാക്ക് മീൻ വിളമ്പിയപ്പോൾ അത് മുള്ളായി മാറിയതുമായ കെട്ടുകഥയല്ല. മീൻകറി തിളച്ച് മറിഞ്ഞത് പടച്ചോന്റെ കുതിർത്താണെന്ന് തോന്നാൻ എന്താണ് കാരണം? സത്യസന്ധമായ മറുപടിയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ വിളിച്ചപ്പോ ഞാൻ ഇവിടെ വരണില്ല എന്ന് പറഞ്ഞാണ്. ഇതൊന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇതിൽ ഇടപെടാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ സംഗതിക്ക് അതൊരു അബദ്ധം പറ്റി എന്നുള്ളത് ശരി തന്നെയാണ്. പടച്ചോന്റെ കുതിർത്ത് ഇന്ന് തോന്നിപ്പോലോ. എന്നെ പോലുള്ള സാധാരണക്കാര് ഇപ്പൊ ഇങ്ങനെ ഒരു മീൻകറി ഇങ്ങനെ ചട്ടിയിൽ ഇരുന്നിട്ട് 1-2 ദിവസം ഇരുന്ന് അങ്ങോട്ട് തിളച്ചാല് ആരാ തെറ്റിദ്ധരിക്കാത്തത്? അപ്പൊ ആ നിലക്ക് ഇപ്പൊ ഇത് പടച്ചോന്റെ കുതിർത്ത് എന്നല്ലാണ്ട് എന്തെന്നാ ഞങ്ങളെ പോലെ വിചാരിക്കേണ്ടത്? ഈ ജാതി അമുഖ്യങ്ങള് ഇങ്ങനെ രസം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇപ്പൊ പറഞ്ഞ വാക്ക് ഇനി മേലാ പറയും. അമക്കിങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം കേട്ടോ. നിങ്ങൾ എന്തിനാ ഈ മന്മഥൻ എന്തിനാ ചൂടാവണ? നിങ്ങൾ തെളിയിക്കല്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണവരുടെ കാര്യമാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞോളി. നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ എത്ര രൂപ പിരിഞ്ഞു കിട്ടി? എത്ര രൂപ പിരിഞ്ഞു കിട്ടി? രൂപയുടെ അതെ നിങ്ങൾ ചർച്ചന്ന് വ്യതിചരിച്ചു പോകരുത്. നിങ്ങൾ നേരെ ചൊവ്വയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇന്റെ രൂപയുടെ കണക്ക് വാങ്ങിക്കണം. അപ്പൊ ആശുപത്രിയിൽ കൊടുക്കാനുള്ള കായൊന്നും ഇപ്പൊ ഈ വിഷം നിന്നതിന്റെ കാര്യം നിൽക്കുക അവിടെ പിരിഞ്ഞു കിട്ടിയിട്ടില്ല. ഞങ്ങള് വിശ്വസിച്ചിട്ട് ചെയ്യാടോ ചങ്ങായി. നിങ്ങളൊക്കെ വിശ്വസിക്കാണ് നല്ലതാ തരഞ്ഞിച്ചിട്ട്. ഈ ജാതി ചതി ചെയ്യുമെന്ന് വിചാരിക്കും നമ്മള്. ഈ ജാതി അതല്ലല്ല, ഭക്ഷണത്തിൽ വിഷം ചേർക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും പടച്ചോം വിടൂല. അത് മനസ്സിലാക്കോളൂ. സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴും നിങ്ങളെ പോലെ ഇത് ചെയ്ത കള്ളന്മാരെ എന്തിനാണ് ഉരുണ്ട് കളിക്കുന്നത്? ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. വീട്ടിൽ പോയി പറഞ്ഞോളൂ പ്ലീസ്. ഞാൻ പറഞ്ഞു പറഞ്ഞത് പ്ലീസ്, നിങ്ങൾ ഒന്നോർക്കണം. എന്നെ പറയാൻ സമ്മതിക്കുക നിങ്ങള്. പിന്നെ എന്താണ് വിളിച്ചെടുത്തത്? മറ്റൊരു രാജ്യത്തും നടക്കാത്ത കൊടും ക്രൂരതയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യവും ഭക്ഷ്യ സുരക്ഷയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്തിന്? ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളിൽ എല്ലാം മായമാണ് എന്ന് മലയാളിക്ക് അറിയാം. ഓരോ മലയാളിക്കും അറിയാം. മാറി മാറി വരുന്ന സർക്കാരുകളും കോർപ്പറേറ്റുകളും ചേർന്ന് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. നിങ്ങൾ ഒന്നോർക്കണം, കഴിഞ്ഞ തലമുറയുടെ ആയുസ് 70ഉം 80ഉമായിരുന്നെങ്കിൽ ഈ തലമുറയുടെ ആയുസ് 55ഉം 60ഉമാണ്. അടുത്ത തലമുറ 40 വയസ്സിൽ അവസാനിക്കും. അതിനടുത്ത തലമുറ 20 വയസ്സിൽ ചത്തൊടുങ്ങും. അതിനുള്ള കോപ്പുകൂട്ടലാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ കൊന്നൊടുക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ഗുഡ് ബൈ.